ഉൾക്കൊണ്ട കോൺഗ്രസ്സുകാർ അവർക്ക് ഇതാണ്. നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്നാൽ പണ്ട് തൃശ്ശൂർ ടൗണിൽ ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് 40 വയസ്സും ഒക്കെ ഒരു 10-20 വർഷത്തിന് മുമ്പ് എനിക്ക് തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ്. നമ്മൾ ഇസ്ലാമിനെതിരോ വേറെ ആർക്കും എതിരല്ല, പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക. അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവരെ സഹായിക്കുകയാണ് ഇടദോഷം വലദോഷം. ഇപ്പം ജി സുധാകരൻ പറഞ്ഞ 2035 ആവട്ടെ ശരിയാക്കി തരാം, ഇവിടെയൊക്കെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ്. ഇപ്പം കൃത്യ കാൽക്കുലേഷനാണ്. ശരിയാക്കി തരാൻ ആരെ ശരിയാക്കി തരാൻ? ജി സുധാകരൻ പറഞ്ഞാണ് മന്ത്രി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ്, നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ശത്രുക്കളാര് മിത്രങ്ങളാരെന്ന് മനസ്സിലാക്കുന്നില്ല. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു, കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ഐ ആം ദ പേഴ്സൺ ഹു ആർ ടോക്കിംഗ് ഫോർ ക്രൈസ്തവ സഭ ആൻഡ് ദ മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ്. സോ കൈൻഡ്ലി ഹെൽപ്പ് അസ്. അല്ലെങ്കിൽ നാളെ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, if he come you just ask whether you are ready to talk for getting the benefits equally എന്ന് ചോദിക്കേ. ഞാൻ പറഞ്ഞു അയാൾ പറയില്ല. ഏതെങ്കിലും ഒരു ചാനലിന് മുമ്പിൽ നിന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിവൈഡ് ചെയ്യണം, ആസ് പെർ ദ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിക്കുക. ഇവിടുത്തെ MLA ഉണ്ടല്ലോ, അയാളോട് ചോദിക്കുക. ഫാദർ ചെയ്യില്ലേ? നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ത്രെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. കാരണം വെറുതെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യാവസായികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ജനസംഖ്യാനുപാതികമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ട് അവർ വളരെയാണ്. ഇപ്പോൾ നിങ്ങൾ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ എടുക്കുന്നു, ഇതൊക്കെ ഉണ്ട്. അങ്ങേക്ക് പെൻഷൻ തരുന്നുണ്ടോ ഗവൺമെൻറ്? ഇല്ലല്ലോ. ഇവിടെ രാമായണം വായിക്കുന്നുണ്ട്, മഹാഭാരതം വായിക്കുന്നുണ്ട്, ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ? ഇതിനെ ഖുറാൻ പഠിപ്പിക്കുന്നവർക്ക് മാത്രം പെൻഷൻ. ആരുടെ പൈസയാണ് ഫാദർ? നിങ്ങളുടെ എൻ്റെയും പൈസയാണ്. 6000 രൂപ ശമ്പളം. അയാളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ 25 ലക്ഷം, അയാൾക്ക് വീട് വെക്കാൻ 15 ലക്ഷം. ഹൂസ് മണി ദിസ്? ദ മണി ബൈ ദ പീപ്പിൾ ഹു ആർ പേയിങ് ഫോർ ദ ടാക്സ്, യു ആൻഡ് മീ, ബട്ട് ഗിവിങ് ദിസ് ഗവൺമെൻറ് ടു ദ മുസ്ലിം അലോൺ. വൈ? ഇത് ചോദ്യം ചെയ്യാൻ CPM-നോ കോൺഗ്രസിനോ കഴിയില്ല. ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ മുസ്ലിം ലീഗ്. രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്താൽ അവർക്കും ഭരണം പോകും. സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ്.